ഇപ്പോൾ റീസെന്റ് എക്സാം. ഓക്കെ. പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ നമുക്കിപ്പോ കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിലേക്കൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ നമ്മളുടെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ കോമൺ എന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കാണ്. ബട്ട് ഹവർ അതിൽ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഏരിയകളിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. സോ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാണുന്നുണ്ടോ? വിസിബിൾ ആണ്. ഓക്കെ ഉണ്ട്. ഓക്കെ. എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അയവാ. എൻവയൺമെന്റൽ പൊല്യൂഷൻ. നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ പണ്ട് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു ഏരിയയാണ് പൊല്യൂഷനും എൻവയൺമെന്റൽ പൊല്യൂഷനും ഒക്കെ. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പൊല്യൂഷൻ? ഇൻട്രൊഡക്ഷൻ ഒന്നും അല്ലെങ്കിൽ ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കാണ്. നമുക്ക് അതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് പ്രൊഡക്ട്സ് ടു ദ എൻവയൺമെന്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഡെഫിനേഷൻ ഒന്നും അത്ര നിർബന്ധമുള്ള കാര്യമില്ല, ബട്ട് അവർ മനസ്സിലാക്കിയിരിക്കുക. പൊല്യൂട്ടന്റ് എന്നൊരു ടേമും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് ദറ്റ് കണ്ടാമിനേറ്റ് ദ എൻവയൺമെന്റ്. അത് എന്തും ആകാം. ഈവൻ നമ്മൾ ഈ പറയുന്ന പൂക്കളിലുള്ള പോളൻസ് വരെ പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടാറുണ്ട്. അപ്പോ നമ്മൾക്ക് നമ്മളുടെ എൻവയൺമെന്റിനെ, നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിനും അതർ ഫ്ലോറ ആൻഡ് ഫോണൊക്കെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന എല്ലാ കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസിനെയും നമുക്ക് പൊല്യൂട്ടൻസ് എന്ന് വിളിക്കാം. ഇനി അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. പൊല്യൂട്ടൻസിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്റെ വോയിസ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കണം. പുറത്ത് നല്ല മഴയാണ്. മേ ബി കുറഞ്ഞ ഒരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്തേക്കാം. നിങ്ങൾക്ക് അങ്ങനെ വല്ലാതെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇൻഫോം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, പൊല്യൂട്ടൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ദ ഒറിജിൻ, പ്രൈമറി പൊല്യൂട്ടൻസ്, സെക്കൻഡറി പൊല്യൂട്ടൻസ്, ഈ രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും തമ്മിൽ കൊടുത്തിട്ട്, ഗ്രൂപ്പായിട്ട് കൊടുത്തിട്ട്, ഇതിൽ ഏതാണ് പ്രൈമറി ഏതാണ് സെക്കൻഡറി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നുകൂടെ നല്ല കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഫ്രം ദ സോഴ്സ് എമിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയാം. ഉദാഹരണം, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന CO, കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഇറ്റ്സെൽഫ് അത് പൊല്യൂട്ടന്റ് ആണ്. അത് ആ ഒരു വെഹിക്കിൾ എക്സ്ഹോസ്റ്റ് എന്ന് പുറപ്പെടുവിക്കുന്നതോടുകൂടെ തന്നെ അത് അന്തരീക്ഷത്തിൽ ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ കൺസംഷന്റെ ഭാഗമായിട്ട് പുറപ്പെടുവിക്കുന്ന സൾഫർ ഡയോക്സൈഡ് SO2, ഇതും ഇറ്റ്സെൽഫ് ഒരു പൊല്യൂട്ടന്റ് ആണ്. വേറൊന്നിന്റെയും ആവശ്യം അല്ലെങ്കിൽ വേറൊന്നിനോട് കൂടെ ചേരേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സെൽഫ് അതെന്താണ്, ഒരു പൊല്യൂട്ടന്റ് ആണ്. സോ ഇറ്റ്സ് എ പ്രൈമറി പൊല്യൂട്ടന്റ് എമിറ്റഡ് ഡയറക്ട്ലി ഫ്രം എ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് അത് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് ഇറ്റ്സെൽഫ് എ പൊല്യൂട്ടന്റ്. അത്തരം സംഗതികൾക്കാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി സെക്കൻഡ് കാറ്റഗറിയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഇത് നമ്മൾ ഇതിന്റെ ഒരു ഒറിജിന്റെ ബേസിലാണ് ഇത് പറയുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻസിന്റെ പ്രത്യേകത, ഇത് നേരെ ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നതല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നതല്ല. ബട്ട് റാദർ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്? പ്രൈമറി പൊല്യൂട്ടൻസിന്റെ റിയാക്ഷൻ വഴി, കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നത്. നേരെ ഏതെങ്കിലും ഒരു, ഇപ്പൊ നമ്മൾ വെഹിക്കിൾ എക്സ്ഹോസ്റ്റ് എന്ന് കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുന്നത് പറഞ്ഞു, അത് പ്രൈമറി പൊല്യൂട്ടന്റ് ആണ്. അങ്ങനെ ഒരു വെഹിക്കിൾ എക്സ്ഹോസ്റ്റ് എന്ന് പുറപ്പെടുവിക്കുന്നതോടുകൂടി തന്നെ അത് ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് കോൾ കമ്പഷന്റെ ഭാഗമായിട്ട് പുറപ്പെടുവിക്കപ്പെടുന്ന ഒരു പൊല്യൂട്ടന്റ് ആണ്. അത് നേരെ എന്താണ്, ഒരു പ്രൈമറി പൊല്യൂട്ടന്റ് ആയിട്ട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. അതേസമയം ഒന്നോ ഒന്നിലധികമോ പ്രൈമറി പൊല്യൂട്ടൻസിന്റെ കെമിക്കൽ റിയാക്ഷൻ വഴി രൂപം കൊള്ളുന്ന, ആ രീതിയിൽ മാത്രം രൂപം കൊള്ളുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയാം. ഇതിൽ ഒരുപാട് തരത്തിലുള്ള പ്രൈമറി സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ട്. പെറോക്സി അസെറ്റൈൽ നൈട്രേറ്റ്, പാൻ എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡും വേറെ കുറെ സംഗതികളും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്.
സ്മോഗ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഡൽഹിയൊക്കെ ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിലൊക്കെ വളരെ ബാക്കിലായിരിക്കുന്ന ഒരു സമയമാണ്. വളരെ അവരുടെ ഒരു അന്തരീക്ഷം, അവരുടെ എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെയധികം ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ സ്മോഗ് ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലാളി, ഒരു സൈലന്റ് കില്ലർ എന്നൊക്കെ രീതിയിൽ നിൽക്കുന്ന സ്മോഗ് ആണ്. സ്മോഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്മോക്ക് പ്ലസ് ഫോഗ്, അങ്ങനെയാണ് അതിന്റെ ആ ഒരു ടേം രൂപപ്പെടുന്നത്. ആ രീതിയിലാണ് സ്മോക്കിന്റെയും ഫോഗിന്റെയും കോമ്പിനേഷനിൽ രൂപപ്പെടുന്ന ഒരു സംഗതിയാണ് സ്മോഗ്. അതൊരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. ദെൻ ഓസോൺ. മേ ബി നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സർപ്രൈസ് തോന്നിയേക്കാം, എന്തുകൊണ്ട് ഓസോൺ ഒരു പൊല്യൂട്ടന്റ് എന്ന രീതിയിൽ പറയുന്നു. ഓസോൺ നമ്മളുടെ ഭൗമോപരിതലത്തില് അൾട്രാവയലറ്റ് റേസ് വരാതെ കാത്തു സൂക്ഷിക്കുന്ന സ്ട്രാറ്റോസ്ഫിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ, എന്താണത് പൊല്യൂട്ടന്റ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദ്യം വരാം. വളരെ ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. ഓസോൺ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിക്ക് ഒരു സൺസ്ക്രീന് പോലെ, ഒരു പ്രൊട്ടക്ഷൻ പോലെ സ്ട്രാറ്റോസ്ഫിയറിൽ, ഭൂമിയിൽ നിന്ന് ഒരു 50 to 70 കിലോമീറ്റർ അകലെ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു വലയം പോലെ നിലനിൽക്കുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള ഓസോണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പല കൺവെൻഷനും പ്രോട്ടോകോളുകളൊക്കെ രൂപം കൊണ്ടത്. മോൺട്രിയൽ പ്രോട്ടോകോളൊക്കെ ഉദാഹരണമാണ്. അപ്പൊ അത് വളരെ അത്യാവശ്യമുള്ള, ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് എന്തുകൊണ്ടൊരു ഒരു പൊല്യൂറ്റന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് വിനാശകരമായിട്ടുള്ള ഒരു സാധനം എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത് സ്ട്രാറ്റോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. വെൻ ഇറ്റ് കം ടു ദ എർത്ത് ലെവൽ, നമ്മളുടെ ഈ ഒരു ട്രോപ്പോസ്ഫിയർ, നമ്മളുടെ ഈ ഒരു ഏറ്റവും ഭൗമോപരിതലത്തിൽ വരുന്ന സമയത്ത്, ഏറ്റവും റീസെന്റ് ആയിട്ട് എർത്തുമായിട്ട് കണക്ഷൻ ആയിട്ട് വരുന്ന സമയത്ത്, ഇറ്റ്സ് എ വെരി ടോക്സിക് സബ്സ്റ്റൻസ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമുക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള, ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള, ഹെൽത്തിനെ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ മാത്രമാണ് അത് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. നമ്മൾക്ക് ഭൂമിയെ അൾട്രാവയലറ്റ് റേസ് എന്നൊക്കെ സംരക്ഷിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ മാത്രമാണ്. അതേസമയം നമ്മളുടെ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എന്ന് പറയുന്ന ഒരു ഓസോൺ ഉണ്ട്, അതായത് എർത്ത് ലെവൽ ഓസോൺ എന്ന് പറയും. അത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ ഓസോൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇറ്റ്സ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്. ഓസോൺ തന്നെത്താൻ രൂപപ്പെടുന്നതല്ല. നൈട്രസ് ഓക്സൈഡ്സ്, പിന്നെ വൊളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ സൺലൈറ്റ്, ഇവരുടെ ഒക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി രൂപം കൊള്ളുന്ന ഒരു സംഗതിയാണ് ഓസോൺ എന്ന് പറയുന്നത്. സോ അതും ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. ഐ ഹോപ്പ് ദ ഡിഫറൻസ് ഈസ് ക്ലിയർ. പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊല്യൂട്ടന്റ്, അത് വേറൊരു റിയാക്ഷനോ മറ്റൊന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ സോഴ്സ് നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഇറ്റ്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് വൺ ഓർ മോർ പ്രൈമറി പൊല്യൂട്ടൻസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ ആണല്ലോ അല്ലെ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? പ്രൈമറി പൊല്യൂട്ടൻസ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ, അല്ലെങ്കിൽ ഒന്ന് പറയുകയോ ചെയ്യോ? യെസ്. ഓക്കെ. Yes. അതെ അതെ. അതില് ഈ പേരുകളൊന്നും ഓർത്തു വെക്കുക. ഓസോൺ സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്, സ്മോഗ് സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്, പെറോക്സി അസെറ്റൈൽ നൈട്രേറ്റ് PAN അതും ഒന്ന് ഓർത്തു വെക്കുക. ഇറ്റ്സ് ആൾസോ എ സെക്കൻഡറി പൊല്യൂട്ടന്റ്. ഇനിയും ഒരുപാട് ഉണ്ട്, ബട്ട് അറ്റ്ലീസ്റ്റ് കുറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലൊന്ന് ഓർത്തു വെക്കുക. കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്സ് ഒക്കെ പ്രൈമറി പൊല്യൂട്ടന്റ് ആണെന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. ഇനി പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡ് ഒക്കെ പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. പല രീതിയിൽ ഇതൊക്കെ എമിറ്റ് ചെയ്യപ്പെടും. മേ ബി ഫ്രം ദ ഇൻഡസ്ട്രീസ്, മേ ബി ഫ്രം ദ വെഹിക്കിൾസ്, മേ ബി ഫ്രം ദ വോൾക്കാനിക് ഇറപ്ഷൻസ്. എന്തും കാരണങ്ങളാകാം. നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് റീസൺസ് ഒക്കെ ഉണ്ടാകാം. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് രൂപം കൊള്ളുന്നത് പ്രൈമറി പൊല്യൂട്ടൻസ് ആണ്. ഫെർദർ അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് വഴി രൂപപ്പെടുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. നമ്മൾ ഈ പറയുന്ന ആസിഡ് റെയിൻ ഒക്കെ ഉണ്ടല്ലോ, ആസിഡ് റെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ HNO3 നൈട്രിക് ആസിഡ് ഒക്കെ ആണ് പിന്നീട് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് വഴി രൂപപ്പെടുന്ന നൈട്രിക് ആസിഡ് ഒക്കെയാണ് ആസിഡ് റെയിൻ ആയിട്ട് പിന്നീട് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതൊക്കെ ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ. നൗ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ നോക്ക്. എന്താണ് ട്രോപ്പോസ്ഫിയറിക് ഓസോൺ? ട്രോപ്പോസ്ഫിയറിക് ഓസോൺ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്. നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട്. സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറിക് ഓസോണിനെ മനസ്സിലാക്കേണ്ടത്.
ഈ ഒരു പിക്ചർ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമ്മളുടെ സൺലൈറ്റ് വരുന്നു, നമ്മൾ അന്തരീക്ഷത്തിൽ പല എന്താണ് ഇൻഡസ്ട്രീസ് നിന്നും മറ്റൊക്കെ എമിറ്റ് ചെയ്യപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ്സ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, VOC എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പെയിന്റ്, അതുപോലെ തന്നെ ഈ പെർഫ്യൂംസ്, അതിൽ നിന്നൊക്കെ പുറത്തോട്ട് വരുന്ന ഒരു തരം പെട്ടെന്ന് വോളറ്റൈൽ ആകുന്ന, പെട്ടെന്ന് ലയിച്ചു ചേരുന്ന, എൻവയൺമെന്റിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്ന, ഇവാപറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് കോമ്പൗണ്ട് ആണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പെയിന്റിന്റെ ഡപ്പ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു മുക്കിൽ കുത്തുന്ന രീതിയിൽ ഒരു ഓർഡർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. യു ആർ ഫീലിംഗ് ഓർ യു ആർ സെൻസിങ് ദ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. അതുപോലെ തന്നെ റീസെന്റ് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ ഫേർണിച്ചർ ഒക്കെ പോളിഷ് ചെയ്ത് ഇങ്ങനെ വെച്ച ഒരു റൂമിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഒരു തരം കണ്ണിനൊക്കെ ഇച്ചിങ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. യു ആർ ഫീലിംഗ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. അതിനാണ് നമ്മൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയാം. നമ്മൾ ഈ വാർണിഷ് അടിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ പെയിന്റ്, ഇത്തരം സാധനത്തിൽ നിന്നൊക്കെയാണ് ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എങ്ങനെയാണ് ഓസോൺ രൂപപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെന്നില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സൺലൈറ്റ് വരുന്ന നേരം NO2 എന്ന് പറയുന്ന സംഗതി, നൈട്രസ് ഓക്സൈഡ്സിലെ NO2 ജസ്റ്റ് ഇമാജിൻ NO2 വരുന്നു. NO2 അന്തരീക്ഷത്തിലുണ്ട്, സൺലൈറ്റ് വരുന്നു, അതിനെ സ്പ്ലിറ്റ് ആക്കുന്നു. അപ്പൊ NO എന്ന് പറയുന്ന ഒന്നും O എന്ന് പറയുന്ന വേറൊരു ആറ്റം, ഓക്സിജൻ ആറ്റം, അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ആൾറെഡി അന്തരീക്ഷത്തിൽ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്, O2 മോളിക്യൂൾസ് ഉണ്ട്. ആ O2യിലേക്ക് NO2യിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഓക്സിജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെടുന്നു, O3 ഫോം ആകുന്നു. O2+O=O3. ഈ രീതിയിലാണ് ട്രോപ്പോസ്ഫിയറിക് ഓസോൺ രൂപപ്പെടുന്നത്. ഇതിനെ ഭൂമിയിൽ ആ ഒരു ട്രോപ്പോസ്ഫിയറിൽ തന്നെ കണ്ടൻസ് ചെയ്ത് നിലനിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതാണ് അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ്. ഓസോണിന്റെ രൂപം കൊള്ളലിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇതാണ് സിംപ്ലി ട്രോപ്പോസ്ഫിയറിക് ഓസോണിന്റെ ഒരു രൂപപ്പെടലിൽ കാരണമാകുന്ന കെമിക്കൽ റിയാക്ഷൻസ്. ഇവിടെ ഇൻവോൾവ് ആയത് നൈട്രസ് ഓക്സൈഡ്സ് ഉണ്ട്, പ്ലസ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ആൻഡ് ഒബ്വിയസ്ലി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന നോർമൽ നമ്മളുടെ ഓക്സിജനും ഉണ്ട്. ഈ നൈട്രസ് ഓക്സൈഡിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന, സൺലൈറ്റ് കാരണം സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓക്സിജൻ ആറ്റം അന്തരീക്ഷത്തിൽ ആൾറെഡി ഉള്ള ഓക്സിജനുമായിട്ട് O2 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു, O3 രൂപപ്പെടുന്നു. O3 ആണ് നമ്മളുടെ ഓസോണിന്റെ കെമിക്കൽ ഫോർമുല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ ഈ പറഞ്ഞ ഒരുപാട് എക്സ്ട്രാ പൊല്യൂട്ടൻസ് എല്ലാം കൂടെ ബേക്ക് ചെയ്യുന്ന ഒരു സാധനം അവിടെ ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പൊല്യൂട്ടൻസ് ബേക്ക് ടുഗദർ ഇൻ സൺലൈറ്റ്, ഡിറക്ട് സൺലൈറ്റ് ഫോമിംഗ് ഓസോൺ. ഒന്നിലധികം പൊല്യൂട്ടൻസ് സൺലൈറ്റിന്റെ ഒരു സാന്നിധ്യത്തിൽ ബേക്ക് ചെയ്യപ്പെടുമ്പോൾ രൂപം കൊള്ളുന്ന ഒരു പുതിയ വിഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ എന്ന് നമുക്ക് സിംപ്ലി നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറയാം. ഇതിലുള്ള കണ്ടന്റ് വായിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. കാറിൽ നിന്നും ഫാക്ടറീസിൽ നിന്നും മറ്റൊക്കെ നൈട്രജൻ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിലേക്ക് പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവയൊക്കെ നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള സൺലൈറ്റുമായിട്ട് മിക്സ് ചെയ്ത്, അന്തരീക്ഷത്തിലുള്ള എയറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പുതിയ സംഗതി രൂപം കൊള്ളുന്നു. അതാണ് നമ്മളുടെ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ അഥവാ O3. അതിന് വേറൊരു പേരും നമ്മൾ പറയും, എർത്ത് ലെവൽ ഓസോൺ എന്നും സാധാരണ പറയാറുണ്ട്. ഇത് നമ്മളുടെ സ്ട്രോപ്പോസ്ഫിയറിലുള്ള ഗുഡ് ഓസോൺ പോലെയല്ല. ട്രോപ്പോസ്ഫിയറിലുള്ള നമ്മളുടെ ഓസോൺ നമ്മളുടെ ഭൂമിയെ അൾട്രാവയലറ്റ് റേസിന് സംരക്ഷിക്കുന്ന ചുമതല ഏറ്റെടുത്ത ആളാണ്. ബട്ട് ഇത് കുറച്ചുകൂടെ ഹാംഫുൾ ആണ്. നമുക്ക് ഒരുപാട് ബ്രീത്തിങ് പ്രോബ്ലംസ്, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ കാരണമാകുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയും. ഫോട്ടോ കെമിക്കൽ സ്മോഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളുടെ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ. അന്തരീക്ഷത്തിലുള്ള നമ്മളുടെ ഭൂമിയുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലുള്ള ഓസോൺ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിലൊക്കെ ഉള്ള കൈൻഡ് ഓഫ് സ്മോഗ്, അതിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് നമ്മളുടെ ഓസോൺ, ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എന്നുള്ളതും കൂടെ ഇതിന്റെ കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, ഇത് പൊല്യൂട്ടൻസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് എന്താണ് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ, അതിന്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. ഒരു 50 കിലോമീറ്റർ ഒക്കെ മുകളിൽ ഉള്ള നമ്മളെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയറിൽ
നമ്മളെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഉണ്ട്. അതിന്റെ രൂപപ്പെടൽ എങ്ങനെയാണ്? വെരി സിമ്പിൾ ആണ്. നമ്മൾക്ക് അതിന്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു പിക്ചറിൽ നിന്ന് കാണാൻ പറ്റും. നോർമലി നമ്മളുടെ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. രണ്ട് ഓക്സിജന്റെ കോമ്പിനേഷൻ ആണ് ഓക്സിജൻ, O2 എന്ന് പറയുന്നത്. രണ്ട് ഓക്സിജൻ ആറ്റംസിന്റെ കോമ്പിനേഷനിൽ രൂപപ്പെടുന്ന O2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ അതിനെ സൂര്യപ്രകാശം സ്പ്ലിറ്റ് ചെയ്യുന്നു. അൾട്രാവയലറ്റ് സൺലൈറ്റ് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഓക്സിജൻ ആറ്റംസ് ആക്കിയിട്ട് മാറ്റുന്നു. സ്റ്റെപ്പ് 1 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് പിന്നീട് എന്താ സംഭവിക്കുന്നത്? സ്റ്റെപ്പ് 2 എന്താ സംഭവിക്കുന്നത്? ഈ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഓക്സിജൻ ആറ്റംസ് അന്തരീക്ഷത്തിൽ ആൾറെഡി ഉള്ള ഓക്സിജൻ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ O3 രൂപപ്പെടുന്നു. O2 എന്നുള്ളത് O3 ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്കൊരു ഓവറോൾ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ഒരു 3O2 ഈസിക്കൽ ടു 3O2 സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ അത് സ്പ്ലിറ്റിങ്ങും മറ്റു ഫെർദർ റിയാക്ഷനും നടന്ന് ഒരു 2O3 രൂപപ്പെടുന്നു എന്നുള്ളതാണ് സ്ട്രോപ്പോസ്ഫിയറിക് ഓസോണിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് സിംപ്ലി മനസ്സിലാക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളുടെ UV റേസിനെ ഭൂമിയിൽ തട്ടാതിരിക്കാൻ, ഭൂമിയിലേക്ക് എത്താതെ സംരക്ഷിക്കുന്നത് നമ്മളുടെ സ്ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ആണ്. എന്താണ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും? ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് സ്കിൻ ക്യാൻസർ, കാറ്ററാക്ട് പോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മോർ ഓവർ നമ്മളുടെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനൊക്കെ അത് ഹാംഫുൾ ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഹെൽപ്ഫുൾ ഫോർ ദ ഹ്യൂമൻ ബീയിങ്, ബട്ട് അത് ഹാംഫുൾ ആണെന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. അപ്പൊ അതാണ് ഓസോൺ, ഗുഡ് ഓസോൺ, സ്ട്രാറ്റോസ്ഫിയറിക് ഓസോണിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് കൂടെ അഡീഷണലി നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ. ബേസ്ഡ് ഓൺ ദ എക്സിസ്റ്റൻസ് ഇൻ നേച്ചർ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ഈ രണ്ട് രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നത്? അപ്പോ നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് അത് ബിക്കം പൊല്യൂട്ടഡ് വെൻ ദെയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ നാച്ചുറലി ഇത് എക്സിസ്റ്റിംഗ് ആണ്, നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അത് എപ്പോ മാത്രം ആ ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുക? അതിനൊരു ത്രഷോൾഡ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്താൽ മാത്രമാണ് അത് പ്രശ്നക്കാരനായിട്ട് മാറുക. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഭൂമിക്ക് വളരെ പ്രധാനപ്പെട്ട, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു പ്രതിഭാസമാണ്. അത് നാച്ചുറലി ബൈ ഡിഫോൾട്ട് ദൈവം സൃഷ്ടിച്ച ഒരു സംഗതിയാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിക്ക് ആവശ്യമാണ്, അത് നാച്ചുറലി ഭൂമിയിൽ ഉണ്ട്. ഇത് എപ്പോഴാ പ്രശ്നക്കാരനാവുക? ആ ഒരു ത്രഷോൾഡ്, അതിന്റെ ഒരു കോൺസെൻട്രേഷൻ ലെവല് അതിന്റെ ഡിഫാൾട്ട് ആയിട്ടുള്ള ആ ഒരു ലെവലിനേക്കാൾ മുകളിൽ പോവുകയും അത് ക്രമാതീതമായിട്ട് ഉയരും ചെയ്ത് കഴിഞ്ഞാൽ then it's harmful. I hope it's clear. അതിനൊരു ത്രഷോൾഡ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ മാത്രമാണ് അത് പ്രശ്നക്കാരനാകുന്നത്. ഇതുപോലെ തന്നെയാണ് നൈട്രജനും മറ്റൊക്കെ, ഈവൻ മീഥെയിൻ. ഇതൊക്കെ ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടൻസിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൾറെഡി നാച്ചുറൽ എക്സിസ്റ്റിംഗ് ആണ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഹാർംഫുൾ, ബട്ട് വെൻ ഇറ്റ് ക്രോസസ് ദി ലിമിറ്റ് ഓർ വെൻ ഇറ്റ് എക്സീഡ്സ് ദ ത്രഷോൾഡ് then it become pollutant. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് പൊല്യൂട്ടന്റിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ വി ഹാവ് ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റ്. ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റിന്റെ പ്രത്യേകത അത് മാൻമെയ്ഡ് ആണ്, ഇറ്റ്സ് ആന്ത്രോപോജനിക്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എക്സിസ്റ്റിംഗ് ഇൻ ദ നേച്ചർ. അത് ഭൂമിയിൽ ഉള്ള സാധനമല്ല, അത് മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്താണ്. അതിന്റെ ഒരു തുള്ളി പോലും, അതിന്റെ ഒരു സ്മോൾ ട്രേസ് പോലും ഇറ്റ് സെൽഫ് ഈസ് പൊല്യൂട്ടന്റ്, അത് പ്രശ്നക്കാരൻ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റ് എന്ന് പറയാം. ഉദാഹരണം പെസ്റ്റിസൈഡ്സ്, നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, റെഫ്രിജറേറ്റർ എന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇതൊക്കെ നാച്ചുറലി എക്സിസ്റ്റിംഗ് അല്ല, അത് ഹ്യൂമൻ മെയ്ഡ് ആണ്. ആൻഡ് എ സ്മോൾ ക്വാണ്ടിറ്റി ഇറ്റ് സെൽഫ് ഈസ് പ്രോബ്ലമാറ്റിക് ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് പൊല്യൂട്ടന്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ ഇപ്പൊ പറഞ്ഞ കാര്യത്തില്? ക്ലിയർ ആണോ? ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ഓക്കെ ആണോ? സൗണ്ട് പോകുന്നുണ്ട്, അടുത്തൊന്ന് ശ്രദ്ധിക്കണം. സോറി, കട്ടാവുന്നുണ്ട്. സൗണ്ട് കട്ടാവുന്നുണ്ടേ. സൗണ്ട് നന്നായിട്ട് കട്ടാവുന്നുണ്ടോ? ഇടക്ക് ചെറിയ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇടക്കൊരു കട്ടാവുന്നുണ്ട്. ഇനി അങ്ങനെ വരുമ്പോ നിങ്ങളൊന്ന് സൂചിപ്പിക്കണേ. ഞാന് നെറ്റ്വർക്ക് പ്രശ്നമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും
അത് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇനി അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ വോയിസ് ഓൺ ആക്കിയിട്ട് തന്നെ പറയണേ. വോയിസ് ഓൺ ആക്കിയിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു പെസ്റ്റിസൈഡ് എന്നൊക്കെ പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റ് ആണ്. ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആണ് ആൻഡ് ഇറ്റ് സെൽഫ് എ പൊല്യൂട്ടന്റ്. അതിന്റെ ഒരു ത്രഷോൾഡ് ഇത്ര ആയാൽ മാത്രമാണ് അത് പൊല്യൂഷനന്റ് ആവുക, അല്ലെങ്കിൽ ഇത്ര അളവിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രശ്നക്കാരനാവുക, അങ്ങനെയല്ല. എ സ്മോൾ എമൗണ്ട് ഇറ്റ് സെൽഫ് ഈസ് പൊല്യൂട്ടന്റ്. അങ്ങനെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ ജസ്റ്റ് പെസ്റ്റിസൈഡ് സൈക്കിൾ ആഡ് ചെയ്താണ്. പെസ്റ്റിസൈഡ് ഒക്കെ എത്രത്തോളം ഹാംഫുൾ ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഈ പൊതുവെ പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ഉപയോഗിക്കാറുള്ളത് പെസ്റ്റിസൈഡ് റിസിഡ്യൂ എന്നുള്ളതാണ്. പെസ്റ്റിസൈഡ് ഈവൺ ആഫ്റ്റർ നമ്മൾ ആ പെസ്റ്റിസൈഡ് തെളിക്കുന്നതോടുകൂടെ ആ ഒരൊറ്റ ടേമിൽ അത് സൗണ്ട് അവസാനിക്കുന്നില്ല. സൗണ്ട് കട്ടാവുന്നുണ്ടോ? അയ്യോ. ഇല്ല ഇപ്പം കട്ടായില്ല. ബേസ്ഡ് ഓൺ നെറ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ നെറ്റ് അനുസരിച്ച്. ഓക്കെ. എന്റെ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ പൊതുവെ ഉണ്ടാവാറില്ല. നിങ്ങളൊന്ന് എല്ലാവർക്കും കോമൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി മൈ ഫോൾട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം. പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറയുന്ന ഒരു ടേം പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അതായത് പെസ്റ്റിസൈഡ്സ് നമ്മൾ ഈവൺ ആഫ്റ്റർ അതിന്റെ ഉപയോഗത്തിന് ശേഷം അത് ഈവൻ ആ ഭക്ഷണ പദാർത്ഥങ്ങളിലോട്ടും ആ ഭൂമിയിലോട്ടും ഈവൻ അന്തരീക്ഷത്തിൽ പോലും അതിന്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുകയും അതിന്റെ ഒരു ത്രെറ്റ് കുറെ കാലത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മൈ ഇന്റർനെറ്റ് ഈസ് അൺസ്റ്റേബിൾ. യെസ് യെസ്. അപ്പൊ എന്റെ ഒന്ന് ഭാഗത്ത് തന്നെയാണ് ഇപ്പൊ പ്രശ്നം. പറഞ്ഞ അത് കേട്ടില്ല. ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ഇപ്പൊ എന്റെ നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ ആണെന്ന് എഴുതി കാണിച്ചു ഇവിടെ. ഓക്കെ. അതായത് പെസ്റ്റിസൈഡിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ആ ഒരു ക്രോപ്പിനെ മാത്രം ബാധിക്കുന്ന സംഗതിയല്ല. ആ ക്രോപ്പ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെസ്റ്റിസൈഡ് ശരിക്കും ക്രോപ്പിന് വേണ്ടി ചെയ്യുന്നതല്ല, പെസ്റ്റുകളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കീടനാശിനി എന്നാണല്ലോ മലയാളത്തിൽ പറയാം. പക്ഷെ അത് ആ ക്രോപ്പുകൾ അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് അറ്റ്മോസ്ഫിയറിൽ വേപ്പറൈസ് ചെയ്യപ്പെടുന്നുണ്ട്, അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്, അത് ഭൂമിയിൽ റെയിൻഫാളിലൂടെ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് അടുത്തുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്, അത് ഭൂമിന്റെ ഉപരിതലത്തിലുള്ള ലേക്കിലോട്ടും റിവറിലോട്ടൊക്കെ പോകുന്നുണ്ട്, നമ്മളുടെ മണ്ണിലുള്ള ബാക്ടീരിയൽ ഓക്സിഡേഷനെയും മറ്റൊക്കെ അത് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൈക്കിൾ ആയിട്ടാണ് ശരിക്കും പെസ്റ്റിസൈഡ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഒറ്റ ചെറിയൊരു പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഭയങ്കര ഫാർ റീച്ചിങ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ പെസ്റ്റിസൈഡ് ഈസ് എ ക്വാളിറ്റേറ്റീവ് പൊല്യൂട്ടന്റ്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും സിംപ്ലി ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആൾറെഡി നാച്ചുറലി ഉള്ളതാണ്. അത് അതിന്റെ ഒരു ത്രഷോൾഡ് ക്രോസ് ചെയ്താൽ മാത്രമാണ് അത് പ്രശ്നക്കാരനാവുക. ക്വാളിറ്റേറ്റീവ് ഈസ് മാൻമെയ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഇറ്റ് സെൽഫ് എ പൊല്യൂട്ടന്റ്. അത്ര മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ അത്. പിന്നെ ഡീഗ്രേഡബിലിറ്റിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസും നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസും ഉണ്ട്. ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി നമ്മളുടെ ഭൂമിയിലുള്ള മൈക്രോ ഓർഗാനിസംസിനൊക്കെ അതിന് എന്താക്കാൻ പറ്റും, ബ്രേക്ക് ഡൗൺ ചെയ്ത് നശിപ്പിച്ചില്ലാണ്ടാക്കാൻ പറ്റും. ഡൊമസ്റ്റിക് സീവേജ് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ വേസ്റ്റ് ഒക്കെ അതിനുള്ള ഉദാഹരണമാണ്. അതൊന്നും കുറെ കാലത്തിന് അങ്ങനെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യൂല. അത് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസിന്റെ ഒക്കെ പ്രവർത്തനത്തോടു കൂടെ അത് ഒരു കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ അത് എന്താകും, നശിപ്പിച്ച് ഇല്ലാണ്ടാകും. എന്നാൽ നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് വി ആൾ നോ, അത് പെട്ടെന്നൊന്നും അങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് പോകുന്ന സാധനങ്ങളല്ല. അത് എൻവയോൺമെന്റിൽ അങ്ങനെ നിലനിൽക്കുകയും അത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് മേ ബി പ്ലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ഹെവി മെറ്റൽസ് ലൈക്ക് മെർക്കുറി, അതുപോലെ തന്നെ ലെഡ്, ഇതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ലെഡ്, മെർക്കുറി എന്നൊക്കെ പറയുന്നത് ഹെവി മെറ്റൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. നമുക്ക് ഒരുപാട് റെസ്പിറേറ്ററി ഇഷ്യൂസ്, ലെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും പെരിഫറൽ നെർവസ് സിസ്റ്റത്തെയൊക്കെ ഭീകരമായിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഹെവി മെറ്റൽ കാറ്റഗറിയിൽ പെട്ട ഒരു നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ആണ്. അതുപോലെ തന്നെ DDT ഫുൾ ഫോം ഡൈ ക്ലോറോ ഡിഫെനൈൽ ട്രൈ ക്ലോറോ ഈറ്റൈൻ എന്നാണ് അതിന്റെ കംപ്ലീറ്റ് നെയിം. അത് മേ ബി ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇത് ഇതും ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻസെക്ടിസൈഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ട സംഗതിയാണ്. കാരണം ഇതിന്റെയൊക്കെ
ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് എന്താണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മലേറിയ വ്യാപകമായിട്ട് പരന്ന സമയത്ത് മോസ്കിറ്റോസിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇൻവെന്റ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ബട്ട് ഒരു സിന്തറ്റിക് ഓർഗാനോ ക്ലോറൈഡ് പെസ്റ്റിസൈഡ് എന്ന രീതിയിൽ അതിന്റെ ഒരു എഫക്റ്റ്, ഹെൽത്ത് എഫക്റ്റ്, സൈഡ് എഫക്റ്റ് ഭയങ്കര ഭീകരമായിരുന്നു. ഭയങ്കര നമ്മളുടെ വൈൽഡ് ലൈഫിന്, അതുപോലെ ബേർഡ്സിനും എല്ലാവർക്കും, ഹ്യൂമൻ ബീങ്സിനും ഒരുപാട് പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്കുകൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഡൈക്ലോറോ ഡിഫെനൈൽ ട്രൈ ക്ലോറോ ഈഥെയ്ൻ എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ്. അത് ഒരു നോൺ ബയോ ഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് ആണെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞത് ലെഡ് പോലെയുള്ള, ലെഡ് മെർക്കുറി പോലെയുള്ള സബ്സ്റ്റൻസസും ഹെവി മെറ്റൽസും നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ട സംഗതിയാണ്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദ സോഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: ആന്ത്രോപോജനിക്, അതുപോലെ തന്നെ നാച്ചുറൽ പൊല്യൂട്ടൻസ്. ഇത് വെരി സിമ്പിൾ ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ എമിഷൻസ്, വെഹിക്കിൾ എക്സ്ഹോസ്റ്റ്, നമ്മൾ വെഹിക്കിൾസ് നിന്നൊക്കെ പുറത്തു പോകുന്ന സൾഫർ ഡൈ ഓക്സൈഡ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് നിന്നൊക്കെ എമിറ്റ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡ്സ്, ഇതൊക്കെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ്. നാച്ചുറൽ പൊല്യൂട്ടൻസ് ഉണ്ട്. ഉദാഹരണം ഇപ്പോൾ വോൾക്കാനിക് ആഷ്. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു എയർ ക്വാളിറ്റി ഒക്കെ ഭയങ്കര ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അതിൽ നാച്ചുറലി എമിറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട്. വോൾക്കാനിക് ആഷ് കുറെ കാലത്തേക്ക് അന്തരീക്ഷത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറും. ഈവൻ പോളൻസ്, ഇറ്റ്സ് കൈൻഡ് നാച്ചുറൽ പൊല്യൂട്ടന്റ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർ. ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ ആമസോൺ മഴക്കാടുകൾക്ക്, ആമസോൺ എന്നൊക്കെ തീ പിടിച്ചതും മറ്റൊക്കെ, ഫോറസ്റ്റ് ഫയറും അതിന്റെ ഭാഗമായിട്ടൊക്കെ അവിടുത്തെ എയർ ക്വാളിറ്റി ഒക്കെ ഭയങ്കര ഭീകരമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ബേസ്ഡ് ഓൺ ദ സോഴ്സ് നമുക്ക് പറയാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പൊല്യൂഷൻസ് ആണ്. എന്റെ വോയിസ് വല്ലാണ്ട് ഇന്ററപ്റ്റ് ആവുന്നുണ്ടില്ലല്ലോ? ഓക്കെ ആണോ? ഇനി കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കിടക്കാണ്. ഓക്കെ. കുഴപ്പമില്ലല്ലോ? വോയിസ് ഇന്ററപ്ഷൻ വരുന്നുണ്ടോ എനിക്ക് ബാക്കിയുള്ളവർ കൂടെ ഇല്ല ഒന്ന്? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് ഇനി പറയാനുള്ളത്. എയർ പൊല്യൂഷൻ നമ്മളിപ്പോ പറഞ്ഞത് ടോട്ടൽ പൊല്യൂഷന്റെ ഒരു ആമുഖമാണ്. എയർ പൊല്യൂഷൻ പെർട്ടിക്കുലർലി നമ്മളുടെ അറ്റ്മോസ്ഫിയറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയാ, എയർ പൊല്യൂഷൻ എന്ന് പറയാം. ഇതിൽ ഇനി വാട്ടർ പൊല്യൂഷൻ നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ എല്ലാ പൊല്യൂഷൻസും അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. എയർ പൊല്യൂഷനിൽ ഒരുപാട് മേജർ എയർ പൊല്യൂട്ടൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക: കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, SPM, ഓസോൺ, വൊളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനിയും ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട്. ബട്ട് കുറച്ച് മേജർ ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്താണ്. നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ നമുക്ക് ഇനി ഒരു പെർട്ടിക്കുലർ ഏരിയ, സ്മോഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്കൊന്ന് കവർ ചെയ്യാം. സ്മോഗ് നമ്മളുടെ ക്യാപിറ്റൽ ഓഫ് സ്മോഗ് എന്നൊക്കെയുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു നഗരമാണ് നമ്മളുടെ ഡൽഹി എന്ന് പറയുന്ന ഭാഗം. സ്മോക്കിന്റെയും ഫോഗിന്റെയും ഒരു കോമ്പിനേഷനിൽ രൂപം കൊണ്ടൊരു വാക്കാണ്, കോയിൻ ചെയ്യപ്പെട്ട ഒരു വാക്കാണ് സ്മോഗ് എന്നുള്ളത്. സ്മോക്ക് പ്ലസ് ഫോഗ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് സ്മോഗ് എന്ന് പറയുന്നത്. ആൻഡ് മെനി അതർ പ്രോബ്ലംസ് ലൈക്ക് വിസിബിലിറ്റി ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഒരു പ്രോബ്ലംസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സ്മോഗ്. ഇനി സ്മോഗിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തായിട്ട് നോക്കുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പാർട്ടാണ്, അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ, മനസ്സിലാവാത്തത് നിർബന്ധമായിട്ട് ചോദിക്കാം. ഒന്നാമത്തെ കാറ്റഗറി ക്ലാസിക്കൽ സ്മോഗ്, അല്ലെങ്കിൽ ലണ്ടൻ ടൈപ്പ് സ്മോഗ്, അല്ലെങ്കിൽ സൾഫറസ് സ്മോഗ്, എന്ത് പേരിലും ഈ ഒരു, അതല്ലെങ്കിൽ റെഡ്യൂസിങ് സ്മോഗ്, ഇങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട്. ഈ രീതിയിലൊക്കെ ഇതിന്റെ പേരുകൾ പറയാറുണ്ട്: ക്ലാസിക്കൽ സ്മോഗ്, ലണ്ടൻ ടൈപ്പ് സ്മോഗ്, സൾഫറസ് സ്മോഗ്, റെഡ്യൂസിങ് സ്മോഗ്, ഇങ്ങനെയൊക്കെ പേര് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ലണ്ടൻ ടൈപ്പ് സ്മോഗ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിക്കൽ ഇവന്റ് നടന്നത് ലണ്ടനിൽ വെച്ചായിരുന്നു. ലണ്ടനിലെ 1952 ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ എടുത്ത ഒരു വലിയ സ്മോഗ് ഇഷ്യൂ ഉണ്ടായി. അതാണ്
ലണ്ടൻ സ്മോഗ് എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സ്മോഗ്. അന്ന് നടന്നത് ഈ പറഞ്ഞ ഒരു സൾഫറസ് സ്മോഗിന്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് നടന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേര് ഇതിന് കൊടുക്കാനുള്ള കാരണം. ഒരുപാട് ആളുകൾ റെസ്പിറേറ്ററി ഫെയിലിയർ കാരണം മരണപ്പെട്ട ഒരു ഒരു സംഭവ വികാസമാണ് ലണ്ടൻ സ്മോഗ്. ആ പേരിൽ നിന്നാണ് ലണ്ടൻ ടൈപ്പ് സ്മോഗ് എന്നുള്ള പേര് വന്നത് എന്ന് കൂടെ മനസ്സിലാക്കാം. ഇനി എന്താണ് ലണ്ടൻ ടൈപ്പ് സ്മോഗിന്റെ സവിശേഷത? കുറച്ചൊക്കെ ഒരു കോൾഡ് വെതറിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളിൽ ഒരെണ്ണം. സൾഫർ ഡൈ ഓക്സൈഡ് SO2. അതോടൊപ്പം തന്നെ സൂട്ട് ആൻഡ് സ്മോക്ക് പാർട്ടിക്കിൾസ്. സൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്ന് പറയുന്നത് SOOT, what is meant by that? സൾഫർ ഡൈ ഓക്സൈഡ് ആ കഴിഞ്ഞിട്ട് സൂട്ട് ആൻഡ് സ്മോക്ക് പാർട്ടിക്കിൾസ്, ആ ഇതിൽ പറയുന്നത് എന്താണ്? സൂട്ട് ആൻഡ് സ്മോക്ക് പാർട്ടിക്കിൾസ്. സ്മോക്ക് നമുക്ക് അറിയുന്ന പുക എന്ന് പറയുന്ന സബ്സ്റ്റൻസ് തന്നെ. സൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോക്കിൽ അതിന്റെ ഒരു ബ്ലാക്ക് പിഗ്മെന്റേഷൻ കൊടുക്കുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ട്. അത് വളരെ ഡസ്റ്റിനേക്കാൾ ചെറിയ രീതിയിലുള്ള ആ ഒരു ബ്ലാക്ക് പിഗ്മെന്റേഷൻ കൊടുക്കുന്ന ഒരു കാർബണേറ്റ് സബ്സ്റ്റൻസിനാണ് നമ്മൾ സൂട്ട് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പുകക്ക് പൊതുവെ നമ്മൾ ഇപ്പൊ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആഷ് കളറാണല്ലോ കൊടുക്കാറുള്ളത്. ആ കളറിന് പിഗ്മെന്റേഷനൊക്കെ കാരണമാകുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിന് കാരണമാണ്. ആ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് സൂട്ട് എന്ന്. അപ്പൊ അതിന്റെ മേജർ കമ്പോണൻസിൽ വരുന്നതാണ് സ്മോക്ക് പാർട്ടിക്കിൾസ് ആസ് വെൽ ആസ് സൾഫർ ഡയോക്സൈഡ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ഫോഗ് ആൻഡ് മോയ്സ്ചർ. അന്തരീക്ഷത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഫോഗ് എന്ന് പറയുന്നത് കോട എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. മോയ്സ്ചർ, ഇതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷനിൽ ഇതിന്റെ ഒരു കമ്പോണൻസ് ആയിട്ട് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഫോസിൽ ഫ്യൂൽസ്, കോൾ, ഓയിൽ ഇതൊക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പൊല്യൂറ്റന്റ് ആണ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിലും ഈവൻ വോൾക്കാനിക് ഇറപ്ഷനിലൊക്കെ ഈ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ് പുറത്തേക്ക് വരാറുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ലൈക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന, നമ്മളുടെ ത്രോട്ട്ലിങ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ആസ്മ ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇതിന്റെ ഹെൽത്ത് ഇഷ്യൂസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണ്? ഫോർമേഷന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കോൾഡ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. അതുപോലെ തന്നെ ഹൈ യൂസ് ഓഫ് കോൾ ആൻഡ് ഫോസിൽ ഫ്യൂൽസ്. ഞാൻ പറഞ്ഞു കോളിന്റെ ഒക്കെ ബേണിംഗിൽ കൂടെയാണ് ഈ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ് രൂപം കൊള്ളുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഫോർമേഷന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഫോംസ് മെയിൻലി ഇൻ വിന്റർ. കുറച്ചൊക്കെ വിന്റർ ഒരു ക്ലൈമറ്റിലാണ് നമ്മളുടെ ക്ലാസിക്കൽ സ്മോഗിന്റെ ഒരു രൂപപ്പെടൽ ഉണ്ടാവുക. അപ്പോ സമ്മറിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫോട്ടോജനിക് സ്മോഗിന് കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം. എന്നാൽ വിന്ററിലാണ് സാധാരണ ക്ലാസിക്കൽ സ്മോഗ് രൂപപ്പെടാറുള്ളത് എന്ന് കൂടെ മനസ്സിലാക്കാം. അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ കോള് പോലെയുള്ള കാര്യങ്ങൾ ബേൺ ചെയ്യുന്ന സമയത്ത് രൂപം കൊള്ളുന്ന ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് കോൾഡ് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിൽ രൂപപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡ് ആണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൂട്ടും സ്മോക്ക് പാർട്ടിക്കിൾസും ഫോഗും ഒക്കെ അതിന്റെ കൂടെ കോൺട്രിബ്യൂട്ടിംഗ് കമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. ലണ്ടൻ സ്മോഗ് 1952 ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ലണ്ടൻ സ്മോഗ് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഒരുപാട് റെസ്പിറേറ്ററി ഇഷ്യൂസും മറ്റൊക്കെ ക്ലാസിക്കൽ സ്മോഗിന്റെ കാരണമായിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു രൂപപ്പെടൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സൾഫർ ഡയോക്സൈഡ് ആണ് പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ കോളൊക്കെ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ ചെറിയ സബ്സ്റ്റൻസസ്, അന്തരീക്ഷത്തിലേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ചെറിയ സബ്സ്റ്റൻസസിനാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറയാം. ഇതിന്റെ ഒരു കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന വളരെ ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് സ്മോഗിനാണ് ഇൻഡസ്ട്രിയൽ സ്മോഗ് എന്ന് കൂടെ നമ്മൾ ഇതിന് പറയാറുണ്ട്. ഇൻഡസ്ട്രിയൽ സ്മോഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്മോഗ്, ലണ്ടൻ ടൈപ്പ് സ്മോഗ്, സൾഫർ സ്മോഗ്, അതല്ലെങ്കിൽ റെഡ്യൂസിങ് സ്മോഗ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു രൂപപ്പെടലിൽ ഉണ്ടാകുന്ന ഒരു പരിപാടി. ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് സിംപ്ലി ഇത് താഴെ കൊടുത്ത ആ ഒരു ഫോർമുല വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടെ ചേരുന്നു, സൾഫർ ട്രയോക്സൈഡ് രൂപപ്പെടുന്നു. SO2 plus O2 is equal to SO3, അത്രയേ ഉള്ളൂ. ദെൻ
സൾഫർ ട്രയോക്സൈഡ് പ്ലസ് H2O. നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി, സോറി, അന്തരീക്ഷത്തിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ വളരെ പ്രധാനമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അപ്പോ SO3 പ്ലസ് H2O ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ H2SO4 സൾഫ്യൂരിക് ആസിഡ് രൂപപ്പെടുന്നു. സൾഫ്യൂരിക് ആസിഡ് ഒരു മിസ്റ്റ് രൂപത്തിലായിരിക്കും രൂപപ്പെടുന്നുണ്ടാവുക. ദെൻ കമ്പൈൻഡ് വിത്ത് സ്മോക്ക് പാർട്ടിക്കിൾസ് പ്ലസ് ഫോഗ്. അന്തരീക്ഷത്തിൽ ആൾറെഡി ഉള്ള ഒരു വിന്റർ ടൈം അല്ലെങ്കിൽ ഒരു കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഗും സ്മോക്ക് പാർട്ടിക്കിൾസും ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുന്ന സ്മോഗ് രൂപപ്പെടുന്നു. ഗ്രേ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്മോഗ് എന്നും ഇതിന് പേര് പറയാറുണ്ട്. ക്ലാസിക്കൽ സ്മോഗ്, ലണ്ടൻ ഡൈ സ്മോഗ് എന്നൊക്കെ നമ്മൾ പേര് പറയാറുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു റിയാക്ഷനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കമ്പോണന്റ് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ട് നമ്മൾക്ക് ഇതിൽ പറയാനുള്ളത്. സൾഫറസ് സ്മോഗ് എന്നുള്ള പേര് വരാനും കൂടെ കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയാണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ഫോട്ടോ കെമിക്കൽ സ്മോഗ്. എക്സാമിന് വന്നിട്ടുള്ള ഭാഗം തന്നെയാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗും. ലോസ് ഏഞ്ചലസ് ടൈപ്പ് സ്മോഗ് അല്ലെങ്കിൽ ബ്രൗൺ എയർ സ്മോഗ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിന്റെ വേറെ പേരുകളാണ് ലോസ് ഏഞ്ചലസ് ടൈപ്പ് സ്മോഗ് അല്ലെങ്കിൽ ബ്രൗൺ എയർ സ്മോഗ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഗ്രേ ബ്ലാക്ക് സ്മോഗ് എന്നുള്ളതാണ്. ഇവിടെ ബ്രൗൺ എയർ സ്മോഗ് അല്ലെങ്കിൽ യെല്ലോ എയർ സ്മോഗ് എന്നൊക്കെ പറയാറുണ്ട്. കുറച്ചുകൂടെ ഒരു യെല്ലോയിഷ് ബ്രൗണിഷ് കളർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നുണ്ടാവുക. അത്ര തന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ആഷ് കളറിലുള്ളതാവില്ല. കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് യെല്ലോയിഷ് കളറാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിന് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. ഓക്സിഡൈസിങ് സ്മോഗ് എന്നും ഇതിന് പറയാറുണ്ട്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സൾഫറസ് ഓക്സൈഡ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. നൈട്രജൻ ഓക്സൈഡ്സ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വൊളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് VOCസും ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആളാണ് ഓസോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ഏതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത് ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഓസോൺ. അന്തരീക്ഷത്തിലുള്ള ഓസോൺ, ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ പെരോക്സി അസെറ്റൈൽ നൈട്രേറ്റ് പാൻ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ കണ്ടീഷൻസ്, ഇതിന്റെ ഫോർമേഷൻ കണ്ടീഷനിൽ വരുന്നത് കുറച്ചുകൂടെ സണ്ണി ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഇതിന്റെ ഫോർമേഷന്റെ കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റുക. മറ്റൊടത്ത് നമ്മൾ വിന്റർ കോൾഡ് ക്ലൈമറ്റ് ആണ് പറഞ്ഞത്. ഇവിടെ സണ്ണി ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഡേ ടൈം ഇൻ സമ്മർ. സമ്മറിലെ ഡേ ടൈമിലാണ് ഇത് സാധാരണ രൂപപ്പെടാറുള്ളത്. ഇതിന് നമുക്ക് സൺലൈറ്റ് ആവശ്യമാണ്. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കൃത്യമായിട്ട് നടക്കാൻ ഇവിടെ സൺലൈറ്റ് ആവശ്യമാണ്. സോ ഇതാണ് ഇതിന്റെ ഒരു ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഡൽഹിയിലുള്ളതും ലോസ് ഏഞ്ചൽസിലുള്ളതും മറ്റൊക്കെ ഈ പറഞ്ഞ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ലോസ് ഏഞ്ചൽസിലും ഈ പറഞ്ഞതുപോലെ ഒരു ചരിത്രപ്രധാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. 1943 ആ ഒരു പ്രതിഭാസം നടന്നത്, ലോസ് ഏഞ്ചലസ് സ്മോഗ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമൊക്കെ ഉണ്ട്. ലോസ് ഏഞ്ചലസ് സ്മോഗ് ഒരു സൈലന്റ് കില്ലർ, ഒരു സീരിയൽ കില്ലർ എന്നൊക്കെ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുസ്തകമൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഐ ഇറിറ്റേഷൻ, ആസ്മ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ സൺലൈറ്റ് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. നമ്മളുടെ ഭൂമിയിൽ നമ്മളുടെ ഒരുപാട് വെഹിക്കിൾസും മറ്റൊക്കെ നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് സംഭവിക്കുന്നത് നോക്കാം. സൺലൈറ്റ് ആദ്യം ചെയ്യുന്നത് നൈട്രജൻ ഡൈ ഓക്സൈഡിനെ NO2 നൈട്രിക് ഓക്സൈഡ് ആയിട്ടും ഓക്സിജൻ ആയിട്ടും മാറ്റുന്നു. NO2 ആണ് നമുക്ക് അന്തരീക്ഷത്തിൽ എമിറ്റ് ചെയ്യപ്പെട്ടതെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രതിഭാസം തന്നെയാണ്. നമ്മൾ O3യുടെ ഓസോണിന്റെ രൂപപ്പെടലിൽ നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ. NO2 സൺലൈറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ സൺലൈറ്റ് NO2 സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടാക്കി മാറ്റാണ്. അതിൽ നൈട്രിക് ഓക്സൈഡും ഉണ്ട്. NO എന്ന് പറയുമ്പോൾ നൈട്രിക് ഓക്സൈഡ് ആകുന്നു. ദെൻ ഒരു ഓക്സിജൻ ആറ്റം കൂടെ റിമെയിൻ ആകുന്നു. ഈ ഓക്സിജൻ ആറ്റം എന്താ സംഭവിക്കുന്നത്? ആൾറെഡി അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അഥവാ O2 ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഓസോൺ രൂപപ്പെടുന്നു. O3 എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ ഗ്രൗണ്ട് അത് ഹാംഫുൾ ആണ്. ടുവാർഡ്സ് ഹൈ അപ്പ് ദ സ്കൈ അത് ഓക്കെയാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ അത് ഓക്കെയാണ്. ബട്ട് ഗ്രൗണ്ട് ലെവലിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ O3 രൂപപ്പെടുന്നു.
Ozone reacts with nitric oxide to recreate nitrogen dioxide continuing the cycle. ഇതെങ്ങനെ ഈ ഒരു സൈക്കിൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. വീണ്ടും NO ആയിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് രൂപപ്പെടുന്നുണ്ട്. ദെൻ ഇനി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അതെന്താ സംഭവിക്കുന്നത്? ഫ്യൂൽസ് നിന്നും കെമിക്കൽസ് നിന്നൊക്കെ ഉള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് NO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ആൻഡ് സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള PAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറോക്സി അസെറ്റൈൽ നൈട്രേറ്റ് രൂപപ്പെടുന്നു. അതർ ഹാർംഫുൾ കെമിക്കൽസ് ലൈക്ക് ആൽഡിഹൈഡ്സ് ആർ ഫോംഡ് കോസിംഗ് ഐസ് ആൻഡ് ലങ്സ് ഇറിറ്റേഷൻ ആൻഡ് ഡാമേജിങ് പ്ലാന്റ്സ്. അതുപോലെ തന്നെ പുതിയ ആൽഡിഹൈഡ്സ് എന്ന പേരിലുള്ള കെമിക്കൽസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നു. ഇതും ഈ പറഞ്ഞ പോലെ ലങ്സിനുള്ള ബുദ്ധിമുട്ടും ഐക്കുള്ള ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ അതുപോലെ തന്നെ പ്ലാന്റ്സിനെ ഡാമേജ് ആക്കുന്നതും മറ്റൊക്കെ അതിനൊക്കെ കാരണമാകുന്നു. ഇതാണ് രണ്ട് കൈൻഡ് ഓഫ് സ്മോഗ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ്. മറ്റോടത്ത് നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് സൾഫറസ് സ്മോഗ് ആണ്, ഇവിടെ നമുക്ക് നൈട്രസ് സ്മോഗ് ആണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് നൈട്രജൻ ഡയോക്സൈഡ് ആണ്, അവിടെ സൾഫർ ഡയോക്സൈഡ് ആണ് പ്രധാന കമ്പോണന്റ് ആയിട്ട് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പറഞ്ഞ കാര്യങ്ങള് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ ഇപ്പൊ പറഞ്ഞ ഭാഗത്ത്? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ ആണല്ലോ അല്ലെ? എനിക്ക് ഹലോ, വോയിസ് ബ്രേക്ക് യെസ്, ആവുന്നൊന്നുമില്ലല്ലോ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ചെറിയ ടോപ്പിക് കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ട എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെർട്ടിക്കുലേറ്റ് മാറ്റർ. പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലി മനസ്സിലായി സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റർ അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ വരാറുണ്ട് കേട്ടോ. പെർട്ടിക്കുലർ മാറ്റർ എന്നുള്ളത് സസ്പെൻഡഡ് പെർട്ടിക്കുലർ മാറ്റർ എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. ഏറ്റവും സിംപ്ലി നിങ്ങൾക്ക് ആ ഡെഫിനിഷനിലെ വായിക്കാൻ പറ്റും. ടൈനി സോളിഡ് ഓർ ലിക്വിഡ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ ദ എയർ. എയറിലേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ ടൈനി ആയിട്ടുള്ള സോളിഡ് ആൻഡ് ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയാം. അത് എയറിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന വളരെ ടൈനി ആയിട്ടുള്ള വളരെ ചെറിയ കുറെ സബ്സ്റ്റൻസസ് ഉണ്ട്. നമ്മളുടെ ഒരു മുടിനാരിനേക്കാൾ ചെറിയ കുറെ സബ്സ്റ്റൻസസ്. അപ്പൊ അത്രയും കാണാൻ പറ്റാത്ത കുറെ സബ്സ്റ്റൻസസ് നമ്മളുടെ അന്തരീക്ഷത്തിൽ എങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്, ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹാംഫുൾ ആണ്. വെൻ വി ബ്രീത്ത് ഇറ്റ്, അത് നമ്മളുടെ ഒരുപാട് റെസ്പിറേറ്ററി ഇഷ്യൂസ്, നമ്മളെ ബ്രോങ്കൈസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ആകുകയും അതുവഴി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആണ്. അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന വളരെ ടൈനി ആയിട്ടുള്ള സോളിഡ് ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസ് എന്നതിൽ നിന്ന് പാർട്ടിക്കുലേറ്റ് എന്ന വാക്ക് ഓർത്തു വെച്ചാൽ മതി. പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു വൈൽഡ് ഫയർ ഉണ്ടായെന്ന് വിചാരിക്കുക. അന്തരീക്ഷത്തിലേക്ക് എത്ര കൈൻഡ് ഓഫ് ഡസ്റ്റും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് പുറത്തേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ വെഹിക്കിൾ എക്സ്ഹോസ്റ്റ് എന്നും ഫാക്ടറീസ് എന്നൊക്കെ ഈ രീതിയിൽ നമ്മൾ കോള് ബേൺ ചെയ്യുമ്പോഴും വുഡ് ബേൺ ചെയ്യുമ്പോഴും ഒക്കെ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് നമ്മളുടെ എയറിലേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഇതിനൊക്കെ നമ്മൾ പറയുന്നതാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇതെല്ലാം നമുക്ക് ഹാംഫുൾ തന്നെയാണ്. നമുക്ക് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള സംഗതികളല്ല. ഇതെങ്ങനെയാ നമുക്ക് ഹാംഫുൾ ആവുക? നമ്മൾ എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോൾ അവിടെ അങ്ങനെ നമുക്ക് ഡിഫാൾട്ട് ആയിട്ട് കുറെ ഫിൽട്രേഷൻ പ്രോസസ്സുകൾ പഠിച്ചോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ നോസ്ട്രിൽസിലുള്ള ടൈനി ഹെയർസ് ഒക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ തടയുന്നുണ്ട്. ബട്ട് ഹൗവർ അതിനൊക്കെ അതിജയിച്ച് വീണ്ടും ഉള്ളിലേക്ക് കടക്കുന്ന പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്താകുന്നു? നമ്മളുടെ ലങ്സിലേക്ക് കടക്കുന്നു. ഫെർദർ നമ്മളുടെ ഈ പറഞ്ഞ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ അത് ഡിസോൾവ് ആകുന്നു. ഇത് ശരീരത്തിന്റെ പല ഭാഗത്തിൽ എത്തുന്നു. അത് നമുക്ക് ഹാംഫുൾ ആകുന്നു. ഒരുപാട് ഹാർട്ട് ഡിസീസസും അലർജീസും ബ്രീത്തിങ് ഇഷ്യൂസും ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അതുവഴി ഉണ്ടാകുന്നു. ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. അതാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഇതിന്റെ ഒരു സൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുവേ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. PM10ഉം PM2.5ഉം. പെർട്ടിക്കുലേറ്റ് മാറ്റർ 10 ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5. ഇതെന്താ സംഗതി ചോദിച്ചു കഴിഞ്ഞാല് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്നാണല്ലോ ഇതിന്റെ പേര്. 10 മൈക്രോമീറ്ററിനേക്കാൾ കുറവ് ഡയമീറ്റർ ഉള്ള, കുറവ് എന്താ ഡയമീറ്റർ എന്താ മലയാളം പറയാ,
അതായത് മറ്റേ റേഡിയസിന്റെ ഡബിള്, വ്യാസം എന്നല്ല, എനിക്ക് മലയാളം കിട്ടുന്നില്ല. ഒരു സർക്കിളിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ സെന്റർ പോയിന്റ് കൂടെ വര വരയ്ക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയാം. അതിന്റെ ഒരു പോയിന്റ് മുതൽ അതുവരെ അടുത്ത പോയിന്റ് വരെയുള്ള ആ ഒരു നീളം, അതിനാണ് ഡയമീറ്റർ എന്ന് പറയാം. അതായത് അത്ര കുറഞ്ഞ ഡയമീറ്റർ ഉള്ള 10 മൈക്രോമീറ്റേഴ്സിനേക്കാൾ കുറഞ്ഞ ഡയമീറ്റർ ഉള്ള, അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഡയമീറ്റർ ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ, PM10 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 2.5 മൈക്രോമീറ്റേഴ്സിനേക്കാൾ കുറഞ്ഞ ഡയമീറ്റർ ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ PM2.5 എന്ന് പറയുന്നത്. ഇതില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. വോൾക്കാനിക് ആഷും സീ സ്പ്രേസും ഡസ്റ്റ് സ്റ്റോംസും ഇതൊക്കെ ഇതിന്റെ ഒരു നാച്ചുറൽ സോഴ്സസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേസമയം ആന്ത്രോപോജനിക് ആയിട്ടുള്ള സോഴ്സസും ഉണ്ട്. വെഹിക്കിൾ എമിഷൻസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ബേണിംഗ് ഫോസിൽ കൺസ്ട്രക്ഷൻ എല്ലാം അതിന്റെ കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഹെൽത്ത് എഫക്ട്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, നമ്മൾ ലങ്സിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകുന്നു, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഹാർട്ട് ഡിസീസസ് ഉണ്ടാകുന്നു. സ്മോളർ പാർട്ടിക്കിൾസ് PM2.5 ക്യാൻ എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. അപ്പൊ അത്ര പ്രോബ്ലമാറ്റിക് ആണ്. എൻവയൺമെന്റൽ ഇമ്പാക്ട്, റെഡ്യൂസ് വിസിബിലിറ്റി. ഇപ്പൊ സ്മോഗിലൊക്കെ നമ്മൾ പറഞ്ഞു സൂട്ട് എന്നൊക്കെ ഉള്ള ഒരു പാർട്ടിക്കിൾ പറഞ്ഞല്ലോ, സൂട്ട്. അത്ര ഒരു ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈനി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, ഒരു ബ്ലാക്ക് പിഗ്മെന്റേഷൻ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ്. സ്വാഭാവികമായിട്ടും വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നു. സ്മോഗിലും ഹെയ്സിലൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഡാമേജ് ടു ക്രോപ്സ് ആൻഡ് ബിൽഡിങ്സ്, ഇതൊക്കെ പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന നടുവിൽ കാണുന്ന സംഗതി ഹ്യൂമൻ ഹെയർ ആണ്. ഹ്യൂമൻ ഹെയറിന്റെ ഒരു ഡയമീറ്റർ പറയുന്നത് 50 to 70 മൈക്രോൺസ് ആണ്. ആ ഒരു ഏകദേശം ആ ഒരു ലെവലിലാണ് ഉണ്ടാവുക. ഒരു 60 to 70, നമ്മളെ തലയിലുള്ള ഒരു മുടിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 50 to 70 മൈക്രോൺസ്. 50 to 70 മൈക്രോൺസ് അല്ലെങ്കിൽ മൈക്രോമീറ്റേഴ്സ്. ഒരു ഡസ്റ്റ്, നമ്മൾ ഒരു മണൽത്തരി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഡയമീറ്റർ വരുന്നത് ഏകദേശം 90 മൈക്രോൺസ് ആണ്. ഇതിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ് നമ്മൾ ഈ പറയുന്ന PM2.5ഉം PM10 ഒക്കെ. അത് PM10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡസ്റ്റ്, പോളൻ, ഇതൊക്കെ PM10ൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്ര കുറഞ്ഞ ഡയമീറ്റർ ആണ് അതിന് ഉണ്ടാവുക. അതായത് ഒരു ഹെയറിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 എണ്ണൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അതിൽ പോകും. PM2.5 എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ്. എത്രയോ ചെറുതാന്ന് പറയുമ്പോൾ അതിന്റെ ഡയമീറ്റർ 2.5ഓ അതിനേക്കാൾ കുറവായിരിക്കും. അപ്പോ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഈവൻ ഇറ്റ് ക്യാൻ എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. അത്ര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതിയാണ്. സോ ഇതാണ് പെർട്ടിക്കുലർ മാറ്ററിൽ നമുക്ക് പറയാനുള്ളത്. അതും വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു പൊല്യൂട്ടന്റ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം. സോ ഇത്ര മതി നമുക്ക് തൽക്കാലം ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതില് ഈ പറഞ്ഞ ലണ്ടൻ സ്മോഗിന്റെ ടൈപ്സും പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും ഒക്കെ എക്സാമിന് വന്നിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോ അതൊക്കെ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ. എനിവേ, താങ്ക്സ് ഫോർ യുവർ ടൈം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാം. ഇനി ഒരു 20-25 ഡേയ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് എന്തായാലും ഇത്തവണ തന്നെ ക്വാളിഫൈ ചെയ്യണം. എല്ലാവരും ക്വാളിഫൈ ചെയ്യണം. സോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു മഴ മൂടൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആ രീതിയിലൊക്കെ പിന്നോട്ട് പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതൊന്നും നിന്നു കൊടുക്കാണ്ടിരിക്കുക. ഇപ്പോ നമ്മൾ ഏതായാലും തുടങ്ങി, ഇത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അവസാനിപ്പിക്കണം. സോ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.